ഫ്രണ്ട്സ്, കളിക്കാനും കളി പഠിക്കാൻ ചാലഞ്ചിൻ്റെ പുതിയൊരുലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് 1 ബ്ലോക്ക് ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെ ഇത്രയായിരുന്നു. ഞാനൊരു സർവൈവൽ സീരീസ് എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഞാൻ 1 ബ്ലോക്കിലേക്ക് ആക്കി. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചിട്ടാണ് ഇത്ര ആക്കിയത്. കണ്ടോ ഗൈസ്, ഫുള്ള് ഡയമണ്ട് എൻചാൻമെൻറ്റ് ആർമർ ഉണ്ടോ. ഇതെങ്ങനെ ഇടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താവൂല്ലല്ലോ ഗൈസ്, എനിക്കറിയില്ലായിരുന്നു. ഫുള്ള് ഡയമണ്ട് ഗൈസ്, ഇത് കണ്ടോ. പ്ലസ് ഞങ്ങൾക്കൊരു എനിക്ക് എൻ്റെ ഫ്രണ്ടിനും കൂടെ ഒരു സ്കെൽട്ടൺ ഫാം കിട്ടി, സ്കെൽട്ടൺ സ്പോണർ കിട്ടി. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് സ്കെൽട്ടൺ ഫാമൊക്കെ ഉണ്ടാക്കി. ഇതിപ്പോൾ ഫുള്ള് ഡയമണ്ട് ആർമറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ ഇനിയും വന്ന് കളിക്കാം ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ സ്കിന്നിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വ്യൂ ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഇത് നൈറ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് കുറേ ദിവസം, അതായത് ഈ മോബ് സ്പോണിംഗ് ഒക്കെ പിന്നെ വന്നാണ്. ഒരു ഷീപ്പ് ഒന്നും സ്പോൺ ആവാണ്ട് ബെഡ് പോലും ഇല്ലാണ്ട് രാത്രി ഫുള്ള് ഞങ്ങളിത് മൈൻഡ് ചെയ്ത്. ഇത് കണ്ടോ ഗൈസ്, ഇത്രയും ഡ്രിമ്മ് ഓഷ്യൻ്റെ ഇതിൽ കിട്ടി. ഇതാണ് സ്കെൽട്ടൺ ഫാമിലി. ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടാവും. ഇത്ര എൻജോയ്മെൻറ്റ് 1 ബ്ലോക്ക് ഞാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെ 1 ബ്ലോക്ക് കളിച്ചിട്ട് ഇത്രയും ഫുൾ എൻജോയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്ര ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടാത്ത. സോഡിക്ക് എല്ലാത്തിലും എൻഡിങ്ങും അൺബ്രേക്കും ഒക്കെ ഉണ്ട്. എനിക്ക് ഈ ഷീൽഡ് കാണാത്ത എന്തോ ബഗ്ഗാണ്. ഈ ഷെയ്ഡറിൻ്റെ, ഞാൻ സ്കൈൻ്റെ ഒരു ഷെയ്ഡറാണ് ഇട്ടിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ കയറി ചെക്കൗട്ട് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടും. അതിക്ക് നിങ്ങളുടെ ഇത് അയച്ചാൽ മതി. ഇതൊരു സെർവറാണ്, പബ്ലിക് സെർവറാണ്. ഞാൻ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ഗൈസ്. ഇതാണ് കെൽഫാം. ഈ ഒബ്സർവർ എനിക്ക് എവിടുന്നോ ഒരു ചെസ്റ്റിൽ നിന്ന്, എനിക്ക് ഓർമ്മയില്ല, ചെസ്റ്റിൽ നിന്ന് എത്രയോ കോഡ്സ് കിട്ടി. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇതാക്കുമ്പോൾ ആ ഉള്ളത്തെ കെൽഫാം ഇതാവും. അപ്പോൾ ഈ അലി, കെൽപ്പ് കൊണ്ട് കിടക്കണ അലി അത് കളക്ട് ചെയ്ത് എൻ്റെ കൊണ്ടുതരും യെസ്. ഇതാണ്, അതായത് എനിക്ക് ആ ഹോപ്പർ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അലി കൊണ്ടുതരും. ഇതിപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫുഡ്. കണ്ടോ, വേറൊന്നുമില്ല. എൻ്റെ ഫുഡ് തന്നെ റെഡ് ബെറിയാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റെഡ് ബെറി? ഇതുണ്ട്, ഇതാണ് എൻ്റെ ഫുഡ്. ഞാൻ എവിടെ വെച്ചപ്പോൾ അതേ ഇരിക്കും. ഇത് സ്റ്റാക്ക് കണക്കിന് എഴുതി കിട്ടി. ഇതും അതിൽ തന്നെ കളക്ട് ചെയ്ത് തരണം. ഞാൻ ഈ സാധനം ഇങ്ങനെ വെട്ടി ഇട്ടിട്ട് മിണ്ടാണ്ട് പോവും. അതെല്ലാം ലാസ്റ്റ് എൻ്റെ കൊടുത്തു. എനിക്കറിയാത്ത ഈ അലി സാധനങ്ങൾ കൊണ്ടു തരുമ്പോൾ എന്തോ ഒരു സോങ് വെക്കാം. ഞാൻ എൻ്റെ സ്റ്റോൺ ജനറേറ്റർ കാണിച്ചില്ല ഗൈസ്. ഇത്ര ഒന്നും ക്രിയേറ്റീവ് ഒന്നും എടുത്തല്ല, കാരണം 1 ബ്ലോക്കിൽ ക്രിയേറ്റീവേ ആവാൻ പറ്റില്ല ഗൈസ്. ഉണ്ടോ ഗൈസ്, ഇതാണ് സ്ക്രീനിൻ്റെ ഇത്ര ഓപ്പർ വെച്ച് ഗൈസ്. ഇവിടെയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പറ്റാണ്ട് ഞാൻ ഇവിടുന്ന് അവിടം വരെ കൊണ്ടുപോയി ഗൈസ്. താഴോട്ടിറങ്ങാനുള്ള വഴി എവിടെയാണ്? ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഉണ്ടാക്കിയുള്ളൂ ഗൈസ്. ഇത്ര പയ്യ ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഉണ്ടാക്കിയുള്ളൂ തോന്നുന്നു. ഇവിടെയാണിത് വന്നത്. ഇന്നലെ മീൻസ് ഈ ഗെയിമിൽ ഇന്നലെ ഗൈസ്. ഗൈസ്, ഇതാണ് സ്റ്റോൺ ജനറേറ്റർ. ഇത് ഇവിടുന്ന് ഞാൻ എത്ര ഹോപ്പർ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഗൈസ്. ഇത് ഞാൻ ഇങ്ങനെ മോബൊക്കെ സ്പോണായി രാത്രി ഉറങ്ങട്ടെ, അല്ലെങ്കിൽ അന്നൊരു ദിവസം ഒരു ക്രീപ്പർ സ്പോണായിട്ട് എൻ്റെ എത്രയായിരുന്നു. ഇതാണ് പ്രശ്നം. അമ്മേ കണ്ടോ ഗൈസ്, എന്തൊക്കെയാ പോയെന്ന്. ഇതാണ് പ്രശ്നം. അമ്മേ, ഫുള്ള് ഡയമണ്ട്. അയ്യാ പണ്ടാരം. എല്ലാം കുളവാക്കി ഗൈസ്. പന്ന ക്രീപ്പർ എല്ലാം ചടപടവും ചെസ്റ്റിലെടുത്ത് ചെയ്തിട്ട് എത്ര ചെസ്റ്റാവും പൊട്ടിച്ച്. കയ്യിലൊരു ചെസ്റ്റ് പോലും കിട്ടിയില്ല. എല്ലോട്ട് എന്തൊക്കെ കുറഞ്ഞോ ആവോ. അയ്യോ
എൻ്റെ ഒരു ഗോഡ് പോയിണ്ടായിരുന്നു, ഞാൻ കഷ്ടാവൂ. അതില്ലേ, അത് മാത്രമുണ്ട്, ബാക്കി എന്തുപോലെ എനിക്കൊന്നുമില്ല. ഒരു ചെക്ക് ഉണ്ടാക്കട്ടെ. ഇത് എന്തെങ്കിലും വെക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ട്. ഞാൻ ഒരിക്കലും ചെസ്റ്റ് ആവാത്ത വെക്കില്ല. എന്തൊക്കെയോ പോയി. എൻ്റെ അടിയൊന്നും ചാവാണ്ടിരുന്നാൽ മതി. അവൻ ചത്ത എൻ്റെ ഫാം ഫുള്ള് പോകും ഗൈസ്. ഞാൻ മറ്റേ ഡീസ്പോണ ഓടിപ്പോ ഗൈസ്. ഞാൻ വീണാലും കുഴപ്പമില്ല. ഇതൊന്നും ഇനി കിട്ടില്ല ഗൈസ്. എനിക്ക് എവിടുന്ന് ജംഗിളിൻ്റെ ഭയം കിട്ടിയതാ. പവർ ട്രെയിൽ പോയാവും. യെസ് ഗൈസ്, പവർ ട്രെയിൽ ഗോവിന്ദ. ഡയമണ്ട്. അയ്യോ, ഡ്രിമ്മ് എല്ലാം പോയി. അൺബ്ലോക്ക് കളിച്ചിട്ട് വേറെ കാര്യമൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട് ഗൈസ്. ചാർജർ പമ്പോ ആവും. എൻ്റെ സ്കെൽട്ടൺ ഡ്രിമ്മെല്ലാം പോയി. ഞാൻ ആർമൊക്കെ കിട്ടിയിട്ട് ഡ്രിമ്മൊക്കെ എല്ലാം പോയിരുന്നു. കൊണ്ടാര ബ്ലോക്കുണ്ടോ? മഡം. രണ്ടലിയും ജീവിച്ചിരിക്കുന്നു. എൻ്റെ മൊത്തം ഡയമണ്ട് പോയി. ഡയമണ്ട് ഈ സാധനം ഡയമണ്ടിൻ്റെ നല്ലതാ. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. ഇത് ഡ്രിമ്മൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? വുഡില്ലേ? ഗൈസ്, ഞാൻ ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം ഇത് തന്നെ ഗൈസ്. ഞാൻ ഇനി എന്ത് ചെയ്യണം? എൻ്റെ എല്ലാം പോയി. എത്ര ഇതേപോലത്തെ ഡയമണ്ട് ഓർസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് അറിയട്ടെ.
ഇപ്പോൾ വെറും 2 ബാക്കിയുള്ളൂ ഗൈസ്. ഡ്രമ്മ് ഗ്രൈൻഡ് ചെയ്തേ ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഡ്രമ്മ് എനിക്ക് എങ്ങനെയെങ്കിലും ഇതെങ്കിലും ചെയ്യാൻ നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും ഈ ഡ്രമ്മ് ഒറ്റ ഡ്രമ്മ് വെച്ചിട്ട് ഞാൻ ലാഗ് എല്ലാം പോയതും പോരാ. അതിൻ്റെ ഒപ്പം എല്ലാ ഡ്രമ്മും പോയി. ഞാൻ എല്ലാ ഡ്രമ്മും അങ്ങനെ എല്ലാ ഡ്രമ്മും കിട്ടിയത് ഗൈസ് ഏഷ്യൻ സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡ്രമ്മുകളെ കിട്ടിയതാണ് കയ്യിൽ. നല്ല ലാഗുണ്ട്. പുതിയ ക്യാരക്ടറിൻ്റെ നല്ല ദിവസമാണ്. ഉള്ള ബ്ലോക്ക് മൊത്തം എടുത്ത് ക്ലിയർ ചെയ്യേണ്ട. എന്തൊക്കെ ഇതിൻ്റെ മുമ്പ് ഒരു വട്ടം പൊട്ടിത്തെറിച്ചിട്ടും എല്ലാം പോയി ഗൈസ്. ഒന്നുമില്ലായിരുന്നു. വേഗത്തിൽ ഫാമിനൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഇതാക്കണം. സ്റ്റോം അതൊന്നും പൊട്ടിക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഉണ്ടാവും. മൈൻഡ് പിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതുമെല്ലാം ഉണ്ടാക്കാം. ഹായ് വില്ലേജർ തന്നെ. അപ്പോൾ യെസ് ഗൈസ്, എനിക്ക് എൻ്റെ മുമ്പ് കിട്ടിയ എല്ലാ വില്ലേജറും ചത്തു. ഹായ് നല്ല വില്ലേജർ കേട്ടോ. ഇനി ഇവിടെ ബ്ലാസ്റ്റ് ഫർണസ് അവനെന്ത് സാധനം നല്ല ലെവൽ 1. ഇനി ഇവിടെ എന്തോ ഉള്ളത് എന്ത് ചെയ്യാനാ. ഇത് ഡയമണ്ട് ആർമറൊന്നും പോയില്ല. നല്ല വയ്ക്കേണ്ടി വരും. എന്തൊക്കെയായിരുന്നു എൻ്റെ ഒരു തത്തക്കുട്ടിക്ക് മാത്രം ഒന്ന് തട്ടാണ്ടിരുന്നാൽ മതി. എനിക്കൊരു തത്തയുണ്ടായിരുന്നു. എന്ത് അതേ ഇരിക്കണം. ഇതേ ബിയും ഉണ്ട്. അവിടെ ബി ഹൈവ് ഞാൻ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടല്ലോ. അതെ അതിൻ്റെ ഉള്ളിൽ ഇവനെന്ത് ജോലി മാറിക്കൊണ്ടിരിക്കുന്നത്. ഡ്രമ്മ് നമുക്ക് ഒപ്പിക്കാം. എൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ വേറെ വല്ല വഴിയുണ്ടോ ഞാൻ ഒപ്പിച്ചിട്ട് മൊത്തം എല്ലാം ഒപ്പിച്ചിട്ടുണ്ടോ. ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോ തന്നെ എല്ലാം ഒപ്പിച്ചിട്ട് വരും. എല്ലാം ഞാൻ ഒപ്പിക്കും. ഇതുകൊണ്ടോ ഗൈസ്, ഇത് വെച്ചിട്ടും തീരാണ്ട്. ഉണ്ടോ എത്ര ചെസ്റ്റ്. ഇതുണ്ടോ ഗൈസ്, ഈ ട്രൈഡൻറ്റ് മെൻഡിങ് ഉണ്ട്. ഇതെനിക്ക് ഈ ഇത് കണ്ടോ, ഞാൻ എങ്ങോട്ടിടുന്നാലും തിരിച്ചെൻ്റെ കൈക്ക് തന്നെ വരും കേട്ടോ. കുറേ നേരം വരാണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചെല്ലാം പോയോ. ഞാൻ എൻ്റെ മുമ്പ് ഷുഗർ കെയിൻ്റെ ഇത് മേലെ മോബ്സ് സ്പോണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അമ്മേ പേടിച്ച്. ഇതാര് പൊട്ടിച്ച് ആണോ എനിക്ക് മനസ്സിലാവാത്ത. ഇതിൻ്റെ മുമ്പ് ഒന്നുമില്ലാണ്ട് ചുമ്മാ പൊട്ടി പോകണം. ഇനി എല്ലായിടത്തും പൂച്ചേനെ ഇരുത്തേണ്ടി വരുന്നു. ആ ഒരു പൂച്ചയുണ്ട് തേങ്ങ. ഗൈസ്, ഞാൻ ഇരുന്ന് മൈൻഡ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും കുറച്ച് ഒരു സിൽക്ക് ടച്ച് ഉണ്ടാക്കാൻ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അറ്റ് ലാസ്റ്റ് ഇതേ ഇരിക്കുന്നു ഗൈസ്. സിൽക്ക് ടച്ച് മെൻഡിങ് മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. എനിക്ക് ആ ഡയമണ്ട് ഓർ മാത്രം അങ്ങനെ ആക്കി കിട്ടിയാൽ മതി. വേറെ ഒന്നും കിട്ടുന്നില്ല. ഡയമണ്ട് ബ്ലോക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഓറ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഡെക്കറേഷനൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളതുകൊണ്ട്. അതുകൊണ്ടോ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ അടിയിൽ നിന്നിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യുക.
ഞാൻ മേലെ ഇതിൻ്റെ മേലെയൊക്കെ ഞാൻ ഇങ്ങനെ സ്ലാബ് വെച്ച് മൂടിയതായിരിക്കും. അത് അയൻകോളൊക്കെ വരുമ്പോൾ പുറത്തെടുക്കാൻ വേണ്ടി ഞാൻ എത്ര തൊട്ട് അയൻകോളിൻ്റെ കൈ കൊണ്ട് ചട്ടും അറിയുമോ. കരി പിടിച്ച് ചാടാ. ഇപ്പോൾ കണ്ടോ തേൻ വരാൻ തുടങ്ങി. അയ്യോ തേനീച്ച എന്ത് ചെയ്യും. അപ്പം ഞാനെങ്ങാനും എടുത്താ തേനീച്ച എന്നെ കൊല്ലും. ഒന്നാമത്തെ കാര്യം എൻ്റെ തോൻ സ്ത്രീ ഉണ്ട്. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ വയ്ക്കാം. ആ ക്യാമ്പ് ഫയർ വെക്കണ പോലെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.